ഉപരിപഠനം പൂർത്തിയാക്കി അവിടെ തന്നെ ജോലി കണ്ടെത്തി സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെയും പ്രത്യേകിച്ച് ഇന്ത്യൻ സമൂഹത്തെയും ഒരുപോലെ ഞെട്ടിക്കുന്ന പുതിയൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അമേരിക്കൻ സർവകലാശാലകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് രാജ്യത്ത് ജോലി ചെയ്യാനുള്ള വർക്ക് പെർമിറ്റ് ലഭിക്കണമെങ്കിൽ $1,00,000 അതായത് ഏകദേശം 83 ലക്ഷത്തിലധികം ഇന്ത്യൻ രൂപ ഫീസായി ഈടാക്കുന്ന കാര്യം ട്രംപ് ഭരണകൂടം പരിഗണിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിന്റെ പിന്നിലെ യാഥാർത്ഥ്യം എന്താണ്? നിലവിലുള്ള OPT H1 സിസ്റ്റങ്ങളെ ഇത് എങ്ങനെ ബാധിക്കും? അമേരിക്കൻ പഠനം ഇനി സ്വപ്നമായി മാത്രം അവശേഷിക്കുമോ? ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ട്രംപിന്റെ വിസ പോളിസികളുടെ പഴയതും പുതിയതുമായ പശ്ചാത്തലത്തെക്കുറിച്ച് കൃത്യമായ അവലോകനം നടത്താം. വീഡിയോ എല്ലാവരും പൂർണ്ണമായും കാണണം. ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ട്രംപ് ഭരണകൂടത്തിലെ മുതിർന്ന നയരൂപീകരണ വിദഗ്ധരാണ് ഈ നിർദ്ദേശം മുൻപോട്ട് വച്ചിരിക്കുന്നത്. അമേരിക്കയിൽ നിന്ന് ബിരുദം നേടുന്ന വിദേശ വിദ്യാർത്ഥികൾ തദ്ദേശീയരായ ആളുകളുടെ ജോലി സാധ്യതകൾ കുറയ്ക്കുന്നു എന്ന വിലയിരുത്തലിലാണ് ഇത്തരമൊരു വൻ തുക ഫീസായി ചുമത്താൻ ആലോചിക്കുന്നത്. വിദേശ വിദ്യാർത്ഥികൾക്ക് പഠനശേഷം നൽകുന്ന ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് അല്ലെങ്കിൽ അത്തരം വർക്ക് പെർമിറ്റുകൾ നൽകുന്നതിന് മുൻപ് കമ്പനികളോ അല്ലെങ്കിൽ അപേക്ഷകരോ ഈ വൻ തുക സർക്കാരിലേക്ക് അടയ്ക്കേണ്ടി വരും. ഇതുവഴി വിദേശികളെ ജോലിക്കെടുക്കുന്നത് കമ്പനികൾക്ക് കടുത്ത സാമ്പത്തിക ബാധ്യതയായി മാറ്റുകയും തദ്ദേശീയരായ അമേരിക്കക്കാർക്ക് കൂടുതൽ തൊഴിൽ നൽകാൻ കമ്പനികളെ നിർബന്ധിതരാക്കുക എന്നൊക്കെയാണ് ഇതിന് പിന്നിലെ പ്രധാന ലക്ഷ്യമായി കരുതപ്പെടുന്നത്. ട്രംപിന്റെ ഇമിഗ്രേഷൻ പോളിസികളുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഇത്തരം തീരുമാനങ്ങൾ തീർത്തും അപ്രതീക്ഷിതമല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം. ട്രംപിന്റെ മുൻ ഭരണകാലം മുതൽ തന്നെ വിദേശ തൊഴിലാളികൾക്കെതിരായ നിയമങ്ങൾ ശക്തമായിരുന്നു. H1B വിസ റിജക്ഷൻ നിരക്കുകൾ അക്കാലത്ത് എക്കാലത്തെയും ഉയർന്ന നിലയിലുമായിരുന്നു. സ്റ്റുഡന്റ് വിസ നൽകുന്നതിലും DS-160 ഫോമുകളിലും സോഷ്യൽ മീഡിയ വിവരങ്ങൾ നിർബന്ധമാക്കിയതും കടുത്ത ഇന്റർവ്യൂ മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നതും ഈ നയങ്ങളുടെ ഭാഗമായാണ്. നേരത്തെയും H1B അപേക്ഷകൾക്ക് മേൽ വിവിധ തരത്തിലുള്ള അധിക ഫീസുകളും പ്രീമിയം പ്രോസസിംഗ് ചാർജുകളും US സർക്കാർ വർദ്ധിപ്പിച്ചിരുന്നു. ഇപ്പോൾ വരുന്ന ഈ $1,00,000 നിർദ്ദേശം ഇതിന്റെയൊക്കെ ഏറ്റവും കടുപ്പമേറിയ പതിപ്പായിട്ടാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഈ നിയമം ഒരു നിർദ്ദേശമായി മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നതെങ്കിലും ഇത് നടപ്പിലായാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും. അമേരിക്കയിൽ എത്തുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗവും വലിയ തുക വിദ്യാഭ്യാസ വായ്പ എടുത്താണ് എത്തുന്നത്. പഠനശേഷം ജോലി ചെയ്ത് വായ്പ അടച്ചു തീർക്കാമെന്ന പ്രതീക്ഷയ്ക്ക് ഇത്തരമൊരു $1,00,000 ഫീസ് വൻ തിരിച്ചടിയാകും. ഒരു വിദേശ ഗ്രാജുവേറ്റിന് വർക്ക് പെർമിറ്റ് നൽകാൻ 83 ലക്ഷത്തോളം രൂപ അധികമായി അടയ്ക്കേണ്ടി വന്നാൽ ആമസോൺ, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് പോലുള്ള മുൻനിര ടെക് കമ്പനികൾ പോലും വിദേശികളെ സ്പോൺസർ ചെയ്യുന്നതിൽ നിന്ന് പിന്മാറാൻ സാധ്യതയുണ്ട്. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളിൽ നിന്ന് ലഭിക്കുന്ന ഉയർന്ന ട്യൂഷൻ ഫീസാണ് പല US സർവകലാശാലകളുടെയും പ്രധാന വരുമാനം. വർക്ക് പെർമിറ്റ് കടുപ്പമായാൽ വിദ്യാർത്ഥികൾ കാനഡ, UK, ഓസ്ട്രേലിയ, ജർമ്മനി തുടങ്ങിയ മറ്റ് രാജ്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കും. ഇവിടെ വിദ്യാർത്ഥികൾ പരിഭ്രാന്തരാകേണ്ടില്ല. ചില പ്രായോഗിക കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇതൊരു നയരൂപീകരണ നിർദ്ദേശം മാത്രമാണ്. നിയമമായി മാറാൻ ഇനിയും ഒരുപാട് കടമ്പകൾ ബാക്കിയുണ്ട് എന്ന് മനസ്സിലാക്കണം. അമേരിക്കൻ കോടതികളും സർവകലാശാല യൂണിയനുകളും ബിസിനസ് ലോബികളും ഇത്തരമൊരു നീക്കത്തിനെതിരെ നിയമപരമായി രംഗത്ത് വരാൻ വലിയ സാധ്യതയുണ്ട്. ഉയർന്ന കഴിവുള്ള വിദേശ ഗ്രാജുവേറ്റുകൾ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്കും IT മേഖലയുടെ വളർച്ചയ്ക്കും അത്യന്താപേക്ഷിതമാണെന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ഭരണരംഗത്ത് തന്നെയുണ്ട്. ചുരുക്കത്തിൽ അമേരിക്കൻ ഇമിഗ്രേഷൻ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിദേശത്ത് ഉപരിപഠനം പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾ വിസ നിയമങ്ങളിലെ ഇത്തരം ട്രെൻഡുകൾ കൃത്യമായി നിരീക്ഷിക്കേണ്ടതുണ്ട്. പുതിയ വാർത്തയെക്കുറിച്ചും ഡെവലപ്മെന്റുകളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. US വിസ, വിദേശ പഠനം, തൊഴിൽ രംഗത്തെ പുതിയ മാറ്റങ്ങൾ എന്നിവ തത്സമയം അറിയാൻ ഗ്ലോബൽ സമയം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.